റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് അന്വേഷണ കമ്മീഷൻ. അത് നമ്മൾ തന്നെ റിപ്പോർട്ടർ അർജുൻ കല്യാട് തന്നെ എണ്ണമിട്ട് വീഴ്ചകൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് ശരിവയ്ക്കുകയാണ് അന്വേഷണ കമ്മീഷൻ. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ ജാഗ്രതക്കുറവുണ്ടായെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറോട് പറഞ്ഞു. ജയിലുകളിലെ ലഹരി ഉപയോഗവും മൊബൈൽ ഫോൺ ലഭ്യതയും തടയാൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വേണമെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഉദ്യോഗസ്ഥരുടെ കുറവ് പരിഹരിക്കുക, കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുക, വീഡിയോ കോൺഫറൻസിംഗ് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് മറ്റു പ്രധാന ശുപാർശകൾ. തടവുകാരുടെ ബാഹുല്യത്തിലും വേതന പരിഷ്കരണത്തിലും ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം സർക്കാരിന് സമർപ്പിക്കും. ജയിലിൻ്റെ സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജയിൽ സെല്ലിൻ്റെ ഡോറിൻ്റെ ഇരുമ്പഴി അറുത്ത് മാറ്റിയാണ് പുള്ളി എസ്കേപ്പ് ചെയ്തത്. അപ്പോൾ അത് ഒരു ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. അവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ രണ്ട്, അതുപോലൊരു ടൂള്, ഒരു ജയിലിൻ്റെ മുറിയുടെ കമ്പി അറുത്ത് മാറ്റാൻ പറ്റിയ ടൂള് ഒരു പ്രതിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീഴ്ചയാണ്. പല പല സുരക്ഷാ പ്രശ്നങ്ങളും ജയിലുകൾക്കുണ്ട്. പ്രധാനമായിട്ടും ജയിലുകൾ വളരെ പഴയതാണ്, ഓവർ ക്രൗഡഡാണ്, ജയിൽ സ്റ്റാഫ് കുറവാണ്. ഞങ്ങൾ ജയിലിലെ സുരക്ഷ, പ്രതികളുടെ സുരക്ഷ, അതിന് ഇലക്ട്രോണിക് ഡിവൈസസ് വലിയൊരു സഹായമാണ്. പിന്നെ ജയിൽ സ്റ്റാഫിൻ്റെ നമ്പർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും സർക്കാർ അർജൻറ്റായിട്ട് വല്ല ജയിൽ സ്റ്റാഫ് റിട്ടയർ വരെ തിരിച്ച് എടുക്കുക തൽക്കാലത്തേക്ക്. പ്രധാന ജയിലുകളൊക്കെ വളരെ പുരാതനമായ ബിൽഡിങ്സും ഡൈലാപ്പിഡേറ്റഡ് കണ്ടീഷനുമാണ്. ജയിൽ പ്രതികളുടെ, തടവുകാരുടെ സുരക്ഷയുടെ മാത്രമല്ല അവരുടെ ജീവന് പോലും ഹാനി വരാം കെട്ടിടങ്ങൾ ഇടിയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ജയിലുകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തണം. പുതിയ ജയിലുകൾ, മോഡേൺ ജയിലുകൾ ഉണ്ടാക്കണം. പിന്നെ ജയിലിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ക്യാമറയുടെ ഉപയോഗം അത് തടയുക. അതുപോലെ പിന്നെ അതൊക്കെ ഉണ്ട്, അതൊക്കെ വാസ്തവമാണല്ലോ. ഏതൊക്കെ രീതിയിലാണ് അതൊക്കെ സ്മഗിൾ ചെയ്യണേ അതൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾ അതിനൊക്കെ എല്ലാം മുൻകരുതലുകൾ എടുക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാനാണ് ശുപാർശ ചെയ്യാൻ പോകുന്നത്. പ്രതികളെ വെളിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, വീഡിയോ കോൺഫറൻസിങ്ങൾ വലിയ രീതിയിൽ ആവശ്യമില്ലാത്ത ജയിലിൽ നിന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ട സ്ഥിതിയുണ്ട്. അപ്പം അത് ഓൺലൈൻ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കിയാൽ ഒത്തിരി കാര്യങ്ങൾക്ക് അവരെ ജയിലിന് പുറത്ത് കൊണ്ടുപോകാതിരിക്കാൻ സാധിക്കും. ജയിലിന് പുറത്ത് കൊണ്ടുപോകുമ്പോഴാണ് അവരുടെ സുരക്ഷ ഒരു പ്രശ്നമായി മാറുന്നത്. ഇപ്പം വേതനം കൂട്ടാതെ വേതനം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യത്വപരമായ ഒരു ചടങ്ങാണ് വേതനം കൊടുക്കുക എന്നത്. അപ്പോൾ വേതനം കൊടുക്കേണ്ടെന്ന് പറഞ്ഞതിന് പകരം തൊഴിലിന് അനുസൃതമായിട്ട് വേതനം കൊടുക്കുക, ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ട് വേതനം, അങ്ങനെ ഒരു ആശയമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പം വേതനം കൂട്ടുമ്പോൾ അതിന് ആനുപാതികമായ തൊഴിൽ സാധ്യത ഇല്ലെങ്കിൽ തൊഴിലിനനുസരിച്ച് എത്ര മണിക്കൂർ ജോലിക്ക് അനുസരിച്ച് കൊടുക്കാമല്ലോ കൂലി. ലേബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി, നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അർജുൻ കല്യാട് തന്നെ അന്നത്തെ വീഴ്ചകൾ എണ്ണി തന്നെ പറഞ്ഞിരുന്നു. ഒരു ജയിൽ കമ്പി പൂർണ്ണമായിട്ടും അറുത്തു മാറ്റി എങ്ങനെയാണ് അതിൽ നിന്ന് നൂഴ്ന്ന് രക്ഷപ്പെട്ടത്, അതും അത്രയും ഉയരമുള്ള ഒരു ജയിൽ വളപ്പിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് നമ്മൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. മാത്രമല്ല അയാളുടെ തയ്യാറെടുപ്പുകളിതൊന്നും ജയിലധികൃതർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണോ ഇപ്പോൾ റിപ്പോർട്ടിലും പറയുന്നത് ലിബി? ഡോക്ടർ, അങ്ങനെ തന്നെയാണ്. വലിയ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ അന്വേഷണ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. മുൻ DGP ജേക്കബ് പുന്നൂസും ഈ അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്നു. ഇവർ ഇരുവരും വളരെ വിശദമായ പരിശോധനകൾ തന്നെയാണ് കണ്ണൂർ ജയിലിൽ നടത്തിയത്. കണ്ണൂർ ജയിലിൽ മാത്രമല്ല, ഗോവിന്ദച്ചാമിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വീഴ്ച പരിശോധിക്കുന്നതിനൊപ്പം സംസ്ഥാന വ്യാപകമായി തന്നെ പൊതുവെയുള്ള ജയിലിന്റെ അവസ്ഥ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാസം 30-നകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഗുരുതരമായ വീഴ്ച ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചട്ടത്തിലുണ്ട്. അതിന് കൃത്യമായ അത് മുറിക്കാനുള്ള ഉപകരണം ഉൾപ്പെടെ അതിനകത്ത് ലഭിക്കുകയുണ്ടായി. ജനൽ മുറിക്കാനുള്ള ഉപകരണം ഉൾപ്പെടെ ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണ്. അതുമാത്രമല്ല, ഇത്തരം സുരക്ഷാ വീഴ്ച പരിഹരിക്കുന്നതിന് എല്ലാ ജയിലുകളിലും ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതായത് CCTV ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ലഹരി ഉപയോഗവും
ഉപയോഗവും മൊബൈൽ ഫോണിന്റെ ഉപയോഗവും കേരളത്തിലെ ജയിലുകളിൽ വ്യാപകമാണ്. ഇത് തടയാനുള്ള അടിയന്തര സംവിധാനം വളരെ ജാഗ്രതയോടുകൂടി തന്നെ പുലർത്തേണ്ടതാണ് ജയിലുകളിൽ. ഒപ്പം തന്നെ ജയിലുകളുടെ മറ്റ് സുരക്ഷാ വീഴ്ചകളെല്ലാം എണ്ണി തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ജയിലുകളുടെ കാലപ്പഴക്കം, ഏതെങ്കിലും രീതിയിൽ ഇത് ജയിലുകൾ സുരക്ഷാ വീഴ്ച മാത്രമല്ല, തടവ് പുള്ളികളുടെ ജീവന് ഭീഷണിയാകുന്ന കെട്ടിടങ്ങൾ വരെ കേരളത്തിലുണ്ട്. ഈ ജയിലുകളൊക്കെ മാറ്റി പുതിയ ആധുനിക രീതിയിലുള്ള ജയിലുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇതിലുണ്ട്. ഏതായാലും ജയിൽ പുള്ളികളുടെ നവീകരണത്തിന് വേണ്ട നടപടിക്രമങ്ങളും ജയിൽ അധികൃതർ സ്വീകരിക്കേണ്ടതാണ്. ഇങ്ങനെ കേരളത്തിലെ ജയിലുകളെല്ലാം തന്നെ സന്ദർശിച്ച് വിശദമായ പഠനം നടത്തിയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചട്ടത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഡോക്ടർ